മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലാൻ ലോകം. സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് പതിനായിരങ്ങൾ. ലോക നേതാക്കൾ വത്തിക്കാനിൽ. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രന്റെ വീടിന് മുൻപിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച സംഭവം. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. എളനാട് തിരുമണയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. മാള അമ്പഴക്കാട് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആടുകൾ ചത്ത നിലയിൽ. തൃശൂർ പൂരം സുരക്ഷാ ഒരുക്കങ്ങൾ വിലയിരുത്തി ഡിജിപി. ജില്ലയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായും ദേവസ്വം പ്രതിനിധികളുമായും ഡിജിപി ചർച്ച നടത്തി. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലാൻ ലോകം. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് അന്ത്യവിശ്രമം. സംസ്കാര ചടങ്ങുകൾ തുടങ്ങി. കർദിനാൾ സംഘത്തിന്റെ തലവൻ ജോവാനി ബാറ്റിസ്റ്റയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനത്തിൽ പതിനായിരങ്ങളാണ് മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരമർപ്പിക്കാൻ തടിച്ചുകൂടിയിരിക്കുന്നത്. സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതിന് ലോക നേതാക്കൾ വത്തിക്കാനിലെത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമു, യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തുടങ്ങി 130ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രന്റെ വീടിന് മുൻപിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു. അയ്യന്തോളിലെ വീടിന് മുൻപിൽ ഇന്നലെ രാത്രി 10:45ഓടെയാണ് സ്ഫോടക വസ്തു പൊട്ടിയത്. ബൈക്കിലെത്തിയവരാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്നാണ് സംശയിക്കുന്നത്. 4-അംഗ സംഘം ബൈക്കിലെത്തിയതായി പോലീസും സ്ഥിരീകരിക്കുന്നു. പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടതായി ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. സംഭവത്തിൽ സമഗ്രാന്വേഷണം വേണമെന്ന് ബി.ജെ.പി. ആവശ്യപ്പെട്ടു. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി സ്ഥലം സന്ദർശിച്ച സിറ്റി പോലീസ് കമ്മീഷണർ ആർ. ഇളങ്കോ അറിയിച്ചു. പൊട്ടിത്തെറിച്ചത് പടക്കമാണെന്നാണ് പ്രാഥമിക നിഗമനമെന്നും കമ്മീഷണർ പറഞ്ഞു. ശോഭ സുരേന്ദ്രന്റെ വീടിനു സമീപം ഇത്തരത്തിലൊരു സംഭവമുണ്ടായത് ഗൌരവത്തോടെ കാണുന്നുവെന്നും കമ്മീഷണർ പറഞ്ഞു. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രന്റെ അയ്യന്തോളിലെ വീടിന് മുന്നിൽ സ്ഫോടക വസ്തു എറിഞ്ഞ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചതിൽ വ്യാപക പ്രതിഷേധം. രാത്രി 10:45ഓടുകൂടിയാണ് ഉഗ്രശബ്ദമുള്ള സ്ഫോടനം ഉണ്ടായതെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങിയപ്പോൾ ധാരാളം വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ടായിരുന്നു. ഇത്തരമൊരു പ്രവൃത്തി കൊണ്ട് ഞങ്ങൾ ആരും പുറത്തിറങ്ങി പ്രവർത്തിക്കില്ലെന്ന് ആരും കരുതേണ്ടെന്നും പോലീസ് സംരക്ഷണം തന്നില്ലെങ്കിലും പ്രസ്ഥാനം തരുന്ന സംരക്ഷണ കവചം തന്നെയാണ് പ്രചോദനമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച സമയത്ത് പോലീസ് അധികാരികൾ പറഞ്ഞത് ഞങ്ങൾ FIR ഇട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇന്നലെ 10:45 ഒരു സംഭവം ഇന്ന് ഇത്ര സമയമായിട്ടും ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ ധ്വനി. ഈ പോലീസിൻ്റെ സംരക്ഷണ കവചം നല്ല രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർക്കോ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർക്കോ നാളിതുവരെ മറ്റുള്ളവർക്ക് കിട്ടുന്നത് പോലെ കിട്ടിയെന്നുള്ള ഒരു ധാരണയൊന്നും ഞങ്ങൾക്കില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ഭീഷണി കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രവൃത്തി കൊണ്ടോ ഞങ്ങൾ ഒരാളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതും പ്രവർത്തിക്കുന്നതും അത് കുറയുമെന്നുള്ള ധാരണ ആർക്കും വേണ്ട. പ്രദേശത്ത് സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ഗൂഢശ്രമമാണ് സംഭവത്തിന് പിന്നിലെന്ന് ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി എ. നാഗേഷ് പറഞ്ഞു. യാതൊരു പ്രകോപനവുമില്ലാതെ ഉണ്ടായ സംഭവത്തിലെ പ്രതികളെ കണ്ടുപിടിക്കാൻ പോലീസ് തയ്യാറാകണം. അന്വേഷണത്തിൽ പോലീസ് അലസത കാണിക്കാനാണ് പരിപാടിയെങ്കിൽ പാർട്ടി അതിനെ നേരിടുമെന്നും ഭീഷണികളെ ബി.ജെ.പി. വകവയ്ക്കുന്നില്ലെന്നും എ. നാഗേഷ് പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിന് കൃത്യമായി കണ്ടുപിടിക്കാൻ പോലീസ് അധികാരികൾ തയ്യാറാകണം. വേറെ എന്തെങ്കിലും വിഷയം നടക്കുന്ന സമയത്ത് പെട്ടെന്ന് FIRഉം അന്വേഷണവും നടത്തുന്ന പോലീസ് അലസത കാണിക്കാനാണ് പരിപാടിയെങ്കിൽ അതിനെ നേരിടാൻ പാർട്ടി തയ്യാറാകും. മറ്റു തരത്തിലുള്ള ഭീഷണികൾ യാതൊരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി വിലവയ്ക്കുന്നില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സംരക്ഷണം നേതാക്കന്മാർക്ക് കൊടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് അറിയാം. പക്ഷേ ഈ സ്ഥലത്ത് ആസൂത്രിതമായി കലാപമുണ്ടാക്കാൻ ചില ശക്തികൾ പരിശ്രമിക്കുന്നുണ്ട്. ആ ശക്തികളെ പുറത്തു കൊണ്ടുവരാൻ പോലീസ് അധികാരികൾ തയ്യാറായില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരപരിപാടിക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കും. പഴയന്നൂർ എളനാട് തിരുമണയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. തിരുമണയിലുള്ള മനോജിന്റെ വീട്ടുമുറ്റത്താണ് കാട്ടാന ഇറങ്ങിയത്. ആദ്യമായാണ് മേഖലയിൽ ആന ഇറങ്ങുന്നത്. പൂർണ്ണമായും കൃഷിയെ ആശ്രയിച്ചു മാത്രം ജീവിക്കുന്നവരാണ് മേഖലയിലുള്ളത്. ആന ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്.
ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു കാർഷിക മേഖലയാണ്. പഴയന്നൂർ പഞ്ചായത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആളുകൾ ധാരാളമായിട്ട് താമസിക്കുന്ന ഒരു ഏരിയയാണിത്. ഇത്രയും നാളായിട്ടും ഇതുവരെ ഇവിടെ ഒരു ആന വന്നതായിട്ടൊരു ചരിത്രം കേട്ടിട്ടില്ല. ഇപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. എല്ലാവരും വളരെ പേടിയോട് കൂടിയിട്ടാണ് ഇത് നോക്കിക്കാണുന്നത്. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളെ കാട്ടിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഉണ്ടെങ്കിൽ ആന കാട്ടിലുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടിക്കാനുള്ള സംവിധാനം അവർ ചെയ്തു വരികയാണ്. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ ഭയത്തോടു കൂടിയാണ് ഇനിയുള്ള നാളുകൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സംരക്ഷണം കൊടുക്കണം, അവരുടെ കൃഷി ഉപാധികൾ സംരക്ഷിക്കപ്പെടണം. മാള അമ്പഴക്കാട് ആടുകളെ ചത്ത നിലയിൽ കണ്ടെത്തി. പഞ്ഞിക്കാരൻ മേരിയുടെ 2 ആടുകളെയാണ് അജ്ഞാത ജീവി ആക്രമിച്ചത്. ഒരാടിനെ ഭാഗികമായി തിന്ന നിലയിലാണ്. ഈ മേഖലയിൽ ആടുകളെ അജ്ഞാത ജീവി ആക്രമിക്കുന്നത് പതിവായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ പട്ടി വരയ്ക്കണ ഒച്ച കേട്ടു. പിന്നെ ആടിൻ്റെ ഭയങ്കര ഒരു കരയണ ഒച്ച കേട്ടപ്പോൾ അമ്മ ഇപ്പുറത്തെ ജനല തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു ആഷ് കളറിൽ അധികം പൊക്കമില്ലാത്ത ഒരു സാധനം ഈ ആടിൻ്റെ കാൽമ കടിച്ച് വലിക്കായിരുന്നു. അപ്പോൾ ഡോറിൻ്റെ അഴി പൊളിച്ചിട്ടാണ് തലയിട്ടേക്കണേ. അത് വലിക്കണ ഒച്ചയിട്ടപ്പോൾ പെട്ടെന്ന് ഞങ്ങളെ വിളിക്കാൻ വേണ്ടി ഒച്ചയെടുത്തു. പിന്നെ ഇവിടെ ജനലമ്മ ഇങ്ങനെ തട്ടി. ഇത് തല പുറത്തേക്ക് ഇട്ട് ഓടിപ്പോയി. തൃശൂർ പൂരത്തിന്റെ സുരക്ഷാ ഒരുക്കങ്ങൾ DGP വിലയിരുത്തി. പൂരനഗരി സന്ദർശിച്ച DGP ഷേഖ് ദർവേഷ് സാഹിബ് ജില്ലയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായും ദേവസ്വം പ്രതിനിധികളുമായും ചർച്ച നടത്തി. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് DGP നേരിട്ടെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയത്. DIG ഹരിശങ്കർ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, ACP സലീഷ് N ശങ്കർ തുടങ്ങിയവർ DGPക്കൊപ്പം ഉണ്ടായിരുന്നു. കൊറിയർ വഴി 4 കിലോയിലധികം കഞ്ചാവ് അയച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. പാലക്കാട് മുതലമട സ്വദേശിയായ വലിയ പള്ളദേശത്ത് സയ്യിദ് മൻസലിൽ ആഷിഖ് അലി എന്നയാളെയാണ് ഈസ്റ്റ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം. ഈ കേസിലെ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൊറിയറിൽ അയക്കുന്ന പാഴ്സലുകൾ ചിറ്റൂർ സ്വദേശിയാണ് കൈപ്പറ്റുന്നത് എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജിം, ഫിറ്റ്നസ് സ്ഥാപനങ്ങൾക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി KSTP ചേലക്കര പുതുപാലത്തിനു സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിക്ഷേപിച്ച മണ്ണ് എടുത്തുമാറ്റാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും. MLA UR പ്രദീപ് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. KSTP സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കൂട്ടിയിട്ട മണ്ണെടുത്ത് മാറ്റാത്തതുമൂലം കഴിഞ്ഞ വർഷം പെയ്ത ശക്തമായ മഴയിൽ ചേലക്കര നഗരത്തിലെ നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയിരുന്നു. RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം പാലിയേക്കര ടോൾ പ്ലാസയിൽ നടത്തിയ വാഹന പരിശോധനയിൽ നികുതി അടയ്ക്കാതെ കേരളത്തിൽ സർവീസ് നടത്തിയിരുന്ന 7ഓളം ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങളിൽ നിന്നും 11,60,700 രൂപ നികുതി ഇനത്തിൽ ഈടാക്കി. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും രജിസ്ട്രേഷൻ നേടി കേരളത്തിൽ സർവീസ് നടത്തിയിരുന്ന വാഹനങ്ങളാണ് തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ PV ബിജു, K അശോക് കുമാർ, KR ഷിജോ എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. ഇന്നലെ രാത്രി 7 മണി മുതൽ ആരംഭിച്ച പരിശോധന ഇന്ന് പുലർച്ചെ 2 മണി വരെ നീണ്ടു. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൊഴിൽ പൂരത്തിന് തുടക്കം. രാമവർമ്മപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, വിമല കോളേജ് എന്നിവിടങ്ങളിലാണ് തൊഴിൽ മേള നടക്കുന്നത്. 25,000-ലധികം പേരാണ് തൊഴിൽ മേളയിൽ രജിസ്റ്റർ ചെയ്തത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് ഉദ്ഘാടന ചടങ്ങുകൾ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. കോഴിക്കോട് മലാപ്പറമ്പിലെ വസതിയിലായിരുന്നു അന്ത്യം. 93 വയസ്സായിരുന്നു. ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൌൺസിലിന്റെ അധ്യക്ഷനായിരുന്നു. കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗത്തിന്റെ തലവനായി പ്രവർത്തിച്ചു. പൊന്നാനി സ്വദേശിയാണ്. തന്റെ നിലപാടുകൾ വെട്ടിത്തുറന്നു പറയുന്ന MGS കേരളത്തിന്റെ ചരിത്ര ഗവേഷണത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ അതുല്യ പ്രതിഭയാണ്.
ഗുരുവായൂർ ബ്രഹ്മകുളം പാല ബസാറിൽ ആളൊഴിഞ്ഞ പറമ്പിലെ പൊട്ടക്കിണറിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. പ്രദേശത്തുനിന്ന് കഴിഞ്ഞ ദിവസം കാണാതായ വയോധികനാണെന്ന് സംശയം. നഗരസഭയുടെ കാടുപിടിച്ചു കിടക്കുന്ന കിണറിന് സമീപത്തെ തോട് വൃത്തിയാക്കാനെത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. ഇവർ വിവരമറിയിച്ചതനുസരിച്ച് പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി. 10:30 മൃതദേഹം പുറത്തെടുത്തു. ശരീരം ജീർണിച്ച് തിരിച്ചറിയാനാകാത്ത അവസ്ഥയാണ്. ഷർട്ട് മാത്രമാണ് ധരിച്ചിരുന്നത്. മൃതദേഹത്തിന് 1 മാസത്തിലധികം പഴക്കം തോന്നുന്നതായി പോലീസ് പറഞ്ഞു. ബ്രഹ്മകുളം സ്വദേശിയായ മരക്കാർ വീട്ടിൽ അബ്ദുറഹ്മാനെയാണ് കഴിഞ്ഞ 9 മുതൽ കാണാതായിരിക്കുന്നത്. ഇയാളുടെ ബന്ധുക്കൾ എത്തിയെങ്കിലും കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. മൃതദേഹം DNA ടെസ്റ്റിന് വിധേയമാക്കുമെന്ന് പോലീസ് പറഞ്ഞു. താളമേളങ്ങളും വർണ്ണവിസ്മയങ്ങളുമായി വീണ്ടും ഒരു പൂരം വരുന്നു. നഗരങ്ങളിലും നാട്ടിടവഴികളിലും എല്ലാവർക്കും പറയാനുള്ളത് പൂരത്തെക്കുറിച്ചാണ്. ഒപ്പം പ്രേക്ഷകർക്കായി TCVയും പങ്കുചേരുന്നു പൂരവിശേഷങ്ങളുമായി. മേളവും ആരവങ്ങളുമായി കൊടിയുയരാൻ ഇനി നാളുകൾ മാത്രം ബാക്കി. ബുധനാഴ്ചയാണ് കൊടിയേറ്റം. പൂരങ്ങളുടെ പൂരം വരവായി. ഇത് തൃശൂരിന്റെ പുണ്യം. ലോകം മുഴുവൻ തൃശൂർ എന്ന പേര് കേട്ടത് ഈ പൂരത്തോട് ചേർന്നാണ്. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ വിഭാവനം ചെയ്ത പൂരം ഇന്ന് ലോക പ്രസിദ്ധമാണ്. ഇനിയുള്ള നാളുകളിൽ എല്ലാ വഴികളും തൃശൂരിലേക്കായിരിക്കും. കാഴ്ചയുടെയും കേൾവിയുടെയും സുന്ദര മുഹൂർത്തങ്ങൾ അനുഭവിക്കാൻ, ഇലിഞ്ഞിത്രമേളവും മടത്തിൽ വരവും കാതിലും മനസ്സിലും ഒരുപോലെ നിറയ്ക്കാൻ, കുടമാറ്റവും വെടിക്കെട്ടും കണ്ണിലും കരളിലും കരുതിവെക്കാൻ അവധിയെടുത്ത് പ്രവാസികൾ പോലും നാട്ടിലെത്തുന്നു. പാറമേക്കാവും തിരുവമ്പാടിയും ഉൾപ്പെടെ 10ഓളം പൂരപ്പങ്കാളി ക്ഷേത്രങ്ങളിൽ 30-ന് കൊടിയേറും. പിന്നെ ആരവം തുടങ്ങുകയായി. മെയ് 6-നാണ് പൂരങ്ങളുടെ പൂരം. 7-ന് വടക്കുന്നാഥന്റെ സന്നിധിയിൽ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നതുവരെ ശക്തന്റെ തട്ടകം പൂരലഹരിയിലമരും. പൂരത്തിന്റെ ഓരോ സ്പന്ദനങ്ങളും വരും നാളുകളിൽ TCV പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. ഒപ്പം പൂരച്ചടങ്ങുകൾ മുഴുവനായും തത്സമയം TCV പ്രേക്ഷകരിലെത്തിക്കും. ഇനി പൂരാവേശത്തിലേക്ക്. പൂരപ്രേമികളുടെ മനസ്സിൽ പൂരം പോലെ തന്നെ പ്രിയമുള്ള ചില പൂരപ്പാട്ടുകളുമുണ്ട്. അത്തരം ചില പാട്ടുകളിലേക്ക്. പുണ്യാളൻ അഗർബത്തീസ് എന്ന സിനിമയിലെ ഈ ഗാനം പാടിയത് തൃശൂരിന്റെ സ്വന്തം P. ജയചന്ദ്രനാണ്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ഈണമിട്ടത് ബിജിപാലാണ്. തൃശൂർ പൂരം നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ട്ര, കുടമാറ്റം നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ട്ര എന്ന് തുടങ്ങുന്ന കലാഭവൻ മണി പാടിയ ഗാനം ഏറെ ജനകീയമാണ്. തൃശൂര് പൂരം ഒന്ന് കണ്ടിട്ടുണ്ട്ര, ആ കുടമാറ്റം നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ട്ര, നിങ്ങളാന ചമയം ഒന്ന് കണ്ടിട്ടുണ്ട്ര, നിങ്ങളാന പുറത്തൊന്ന് കേറിട്ടുണ്ട്ര, കണ്ടിട്ടുണ്ട്ര കേട്ടിട്ടുണ്ട്ര ഗഡിയേ ഗഡിയേ ഗഡിയേ. തൃശൂർ പൂരത്തെക്കുറിച്ചുള്ള പാട്ടുകൾ ഏറെയുണ്ടെങ്കിലും പൂരത്തെക്കുറിച്ചുള്ള ഒരേ ഒരു പാട്ടാണ് പൂരപ്രേമികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക. പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത. ഏതാനും വർഷം മുൻപ് പുറത്തിറങ്ങിയ പൂരപ്പാട്ട് ഇന്നും പൂരപ്രേമികളിൽ ആവേശം പകരുന്നതാണ്. അകാലത്തിൽ വേർപിരിഞ്ഞ മാധ്യമപ്രവർത്തകൻ ജിയോ സണ്ണിയാണ് ഈ ഗാനരംഗം സംവിധാനം ചെയ്തത്. കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ താളമേളങ്ങൾ, കൊടിയേറി പൂരം വന്നേ ആർപ്പുമുഴങ്ങുകയായി. മുകേഷ് ലാലിന്റെ വരികളിൽ TCVയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ കൊടിയേറി പൂരങ്ങളുടെ പൂരം വന്നേ എന്ന മറ്റൊരു പൂരപ്പാട്ടും ഇന്നും ശ്രദ്ധേയം. കൊടിയേറി പൂരങ്ങളുടെ പൂരം വന്നേ, മലയാള പൂരം വന്നേ, ഇടനെഞ്ചിൽ കുടിതാളം പോലൊരു പൂരം, ഇത് നമ്മുടെ സ്വന്തം പൂരം. കൾച്ചറൽ ഡെസ്ക് TCV. കഥകളി മദ്ദളാചാര്യൻ കലാമണ്ഡലം നാരായണൻ നായരുടെ നിര്യാണത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, PC അപാൽമണി, MM നിഷാദ്, TK മനോജ് കുമാർ, സുഭാഷ്, ഇബ്രാഹിം പഴവൂർ തുടങ്ങിയവർ സംസാരിച്ചു. പഹൽഗാമിൽ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് മറ്റത്തൂർ പഞ്ചായത്തിലെ കൊടുങ്ങ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു.
വാർഡ് മെമ്പർ KR ഔസേബ് ഉദ്ഘാടനം ചെയ്തു. മുൻ സൈനികൻ CJ അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. മച്ചാട് ഗുരുസ്മരണ ഉടുക്കുവാദ്യ ശാസ്താംപാട്ട് കലാസംഘത്തിന്റെ 44-ാം വാർഷികം നാളെ ശ്രീ കേരളവർമ്മ പൊതുവായനശാലയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മച്ചാട് സുബ്രഹ്മണ്യൻ, MS സുജിത്, KS ദിലീപ്, മച്ചാട് VK ശിവരാമൻ എന്നിവർ പങ്കെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഇടം സാംസ്കാരിക വേദി പ്രവർത്തകർ വെള്ളറക്കാട് മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. എക്സിക്യൂട്ടീവ് അംഗം KR രാധിക അധ്യക്ഷയായി. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ NS സത്യൻ, KM അക്ബർ അലി, EK മിനി എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് പ്രീതി രാജേഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷൌക്കത്ത് കടങ്ങോട്, നാരായണൻ കോടനാട്, KA ഫരീദ് അലി എന്നിവർ നേതൃത്വം നൽകി. യാത്രക്കാർക്കായി സുരക്ഷയൊരുക്കി കല്ലുപുറത്തെ ഓട്ടോ തൊഴിലാളികൾ. കല്ലുപുറം സെന്ററിലെ ഓട്ടോ തൊഴിലാളികൾ വാഹനയാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഹബ്ബിന്മേൽ സീബ്ര ലൈൻ വരച്ചു. നവീകരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഹബ്ബിൽ അടയാളങ്ങളില്ലാത്തതിനാൽ അപകടങ്ങൾ പതിവായിരുന്നു. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ CLCയുടെ നേതൃത്വത്തിൽ ഫ്രാൻസിസ് പാപ്പായെ അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനം, പുഷ്പാർച്ചന എന്നിവ നടത്തി. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ, ട്രസ്റ്റിമാരായ KP പോളി, സെബി താണിക്കൽ എന്നിവർ സംസാരിച്ചു. ചെയ്തുകൊണ്ട് ഉള്ള ഒരു പ്രേക്ഷിത മാർപ്പാപ്പയുടെ വിസിബിലിറ്റി കുറവായിരിക്കും. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ KCYM പാലയൂരിന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിസ് പാപ്പ അനുസ്മരണം, പുഷ്പാർച്ചനയും നടത്തി. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അനുസ്മരണ പ്രഭാഷണം നടത്തി. KCYM പ്രസിഡന്റ് ഇൻചാർജ് KP ഫിജോ അധ്യക്ഷത വഹിച്ചു. ഫാദർ ക്ലിൻ പാണങ്ങാടൻ, ഷെറിൻ റൊണാൾഡ് എന്നിവർ സംസാരിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ അനുസ്മരണ ദിവ്യബലി അർപ്പിച്ചു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം കെടാവിളക്ക് സ്ഥാപിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര നേതൃത്വം നൽകി. PI ലാസർ, ട്രസ്റ്റിമാരായ ബാബു ആന്റണി ചിരിയങ്കണ്ടത്ത്, ജിഷോ S പുത്തൂർ, ജെറോമി ജോസ് എന്നിവർ സംസാരിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ജേസൺ കരിപ്പായി, സഹവികാരി ഫാദർ ലിൻഡോ കാരക്കാടൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. മെയ് 4-നാണ് ഊട്ടുതിരുനാൾ. വഖഫ് ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 29-ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ ബഹുജന റാലിയുടെ പ്രചരണാർത്ഥം കോടാലി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് അങ്കണത്തിൽ ഐക്യദാർഢ്യ പ്രതിജ്ഞ സംഘടിപ്പിച്ചു. ഖത്തീബ് മുസമിൽ അൽവരി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് ലത്തീഫ് കൊല്ലേരി, സെക്രട്ടറി ഹക്കീം കള്ളിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഹൃദയത്തിൽ നന്മയുള്ളവർക്കേ സന്തോഷം കൈവരികയുള്ളൂവെന്നും ആ സന്തോഷം മറ്റുള്ളവർക്കും പകർന്നു നൽകണമെന്ന് നമ്മെ പഠിപ്പിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് പാപ്പയെന്നും മാർ പോളി കണ്ണൂക്കാടൻ. രൂപതയുടെയും പൗരാവലിയുടെയും നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നടന്ന അനുസ്മരണ സന്ധ്യയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന അനുസ്മരണ ദിവ്യബലിക്ക് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ, കത്തീഡ്രൽ വികാരി റവറന്റ് ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ, ദേവസ്വം ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, ഠാണ ജുമാ മസ്ജിദ് ഇമാം കബീർ മൗലവി, മുൻ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ തുടങ്ങിയവർ സംസാരിച്ചു. പൗരോഹിത്യത്തിലും സഭാപരം നീതിരഹിതമായി ആക്കിയൊടുക്കപ്പെട്ട എല്ലാ വിഭാഗം മനുഷ്യരെയും പാപ്പ സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ചു.
നെല്ലായി സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ യൂദ തദേവുസിന്റെ ഊട്ടുതിരുനാളിന് ഞായറാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ മാസം 29-30 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. വികാരി ഫാദർ തോമസ് എളങ്കുന്നപ്പുഴ, ജനറൽ കൺവീനർ ജോസ് മൂത്തേടൻ, സീക്കോ മഞ്ഞളി, വിൽസൺ കാരാത്ര തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുല്ലശ്ശേരി നല്ലയിടയന്റെ ദേവാലയത്തിൽ ഉണ്ണീശോയുടെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ടിജോ മുള്ളക്കര കൊടിയേറ്റം നിർവഹിച്ചു. മെയ് 2, 3, 4, 5 തീയതികളിലാണ് തിരുനാൾ. ജനറൽ കൺവീനർ വിൽഫി എടക്കളത്തൂർ, കൈക്കാരന്മാരായ സ്റ്റാൻലി ഗബ്രിയേൽ, ജോസ് വടക്കൻ, ജോമോൻ തൈക്കാട്ടിൽ എന്നിവർ തിരുനാൾ കൊടികയറ്റ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വ്യാഴാഴ്ച രാവിലെ 10-ന് ഇടവകയിൽ ആദ്യ കുർബാന സ്വീകരണവും വെള്ളിയാഴ്ച രാവിലെ 10-ന് ദിവ്യബലിയെ തുടർന്ന് നേർച്ച ഊട്ടും വൈകിട്ട് 7-ന് ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും രാത്രി 7:30-ന് നാടകവും ഉണ്ടായിരിക്കും. അമ്മയുടെ ചരമവാർഷിക ദിനത്തിൽ അശരണ രോഗികൾക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയിലേക്ക് ആശുപത്രി ഉപകരണങ്ങൾ കൈമാറി. പുതുക്കാട് തെക്കേത്തല വീട്ടിൽ വറീദിന്റെ ഭാര്യ ഏലിക്കുട്ടിയുടെ 5ാം ചരമവാർഷിക ദിനത്തിലാണ് മകൻ വർഗീസ് തെക്കേത്തല അശരണ രോഗികൾക്ക് ആവശ്യമായ ആശുപത്രി ഉപകരണങ്ങൾ കൈമാറിയത്. കല്ലൂർ സൌഹൃദ യുവസംഗമം പ്രസിഡന്റ് പ്രബനൻ ചുണ്ടേലപ്പറമ്പിൽ, രക്ഷാധികാരി സതീശൻ ഊരാളത്ത് എന്നിവർ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. ആനന്ദപുരം തറക്കൽ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി മജു, സെക്രട്ടറി വി സോമനാഥൻ, കൺവീനർ കെ വി ഷൈനോജ് എന്നിവർ പങ്കെടുത്തു. വാണിജ്യം. പിയാജിയോ വെഹിക്കിൾസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ തൃശൂർ ജില്ലയിലെ അംഗീകൃത ഡീലറായ നടത്തറയിലെ അവറാൻ അസോസിയേറ്റ്സിൽ അപ്രീലിയയുടെ ഏറ്റവും പുതിയ മോട്ടോർ സൈക്കിൾ ട്യൂണോ 457ന്റെയും വെസ്പയുടെയും ഏറ്റവും പുതിയ പ്രീമിയം സ്കൂട്ടർ വെസ്പ ടെക്കിന്റെയും ലോഞ്ചിംഗ് നടന്നു. അവറാൻ അസോസിയേറ്റ്സിന്റെ 10ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് ചടങ്ങ് നടന്നത്. ട്യൂണോ 457 ബൈക്കിന്റെ ലോഞ്ചിംഗ് പ്രമുഖ യൂട്യൂബർ അരുൺ സ്മോക്കി, അവറാൻ അസോസിയേറ്റ്സ് മാനേജിംഗ് പാർട്ണർ AM ഹോബി എന്നിവരും, വെസ്പ ടെക് സ്കൂട്ടറിന്റെ ലോഞ്ചിംഗ് പിയാജിയോ വെഹിക്കിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് സൗത്ത് സോൺ റീജിയണൽ മാനേജർ അഹമ്മദ് മീരാൻ, അവറാൻ അസോസിയേറ്റ്സ് പാർട്ണർമാരായ AM റോബി, ലീബ ഹോബി എന്നിവരും ചേർന്ന് നിർവഹിച്ചു. പിയാജിയോ വെഹിക്കിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഏരിയ മാനേജർ അരുൺ രാജ്, അവറാൻ അസോസിയേറ്റ്സ് കുടുംബാംഗങ്ങൾ, കസ്റ്റമേഴ്സ്, സ്റ്റാഫ് തുടങ്ങിയവർ സന്നിഹിതരായി. അപ്രീലിയയുടെ നേക്കഡ് കാറ്റഗറി സെഗ്മെന്റിൽ വരുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയ മോട്ടോർ സൈക്കിളാണ് ട്യൂണോ 457. ഈ കാറ്റഗറിയിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നൽകുന്ന ബൈക്കാണിതെന്ന് അവറാൻ അസോസിയേറ്റ്സ് മാനേജിംഗ് പാർട്ണർ AM ഹോബി പറഞ്ഞു. വെസ്പയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയതും മികച്ച ഫീച്ചേഴ്സ് ഉള്ളതുമായ പ്രീമിയം സ്കൂട്ടറാണ് വെസ്പ ടെക്. കീലെസ് എൻട്രി, നാവിഗേഷൻ, സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, ഇംബോളൈസർ തുടങ്ങിയ നൂതന ഫീച്ചേഴ്സ് ഈ മോഡലിന്റെ സവിശേഷതയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8606752666. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9005 രൂപ, പവന് 72,040 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3346 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലാൻ ലോകം. സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് 10,000. ലോക നേതാക്കൾ വത്തിക്കാനിൽ. BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രന്റെ വീടിന് മുൻപിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു. ഇന്നലെ രാത്രിയിലാണ് സംഭവം. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് BJP. എളനാട് തിരുമണിയിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. മാള അമ്പഴക്കാട് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആടുകൾ കൊല്ലപ്പെട്ട നിലയിൽ. തൃശൂർ പൂരം സുരക്ഷാ ഒരുക്കങ്ങൾ വിലയിരുത്തി DGP. ജില്ലയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായും ദേവസ്വം പ്രതിനിധികളുമായും ചർച്ച നടത്തി.
ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.